ഹലോ, നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ, മാങ്ങയൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു മാമ്പഴ ഉണ്ണിയപ്പം ആയാലോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം. നമ്മളിത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ഈ വെക്കേഷൻ ടൈമിലാണല്ലോ കൂടുതൽ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത്, കാരണം കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് സമയം കളയാതെ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ നാരില്ലാത്ത മാങ്ങ നോക്കിയെടുക്കാൻ നോക്കണം. ഇതെനിക്ക് കിട്ടിയത് നാരുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റാക്കി ഇതെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഒരുപാട് നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ ഈ മാമ്പഴ പ്യൂരി ഒന്ന് ചൂടാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കണേ. എനിക്ക് ഉണ്ണിയപ്പം പെട്ടെന്ന് ചിലവായി പോകുന്നുണ്ട്. ഞാൻ മാമ്പഴ പ്യൂരി നമ്മൾ പേസ്റ്റാക്കി എടുത്ത അതേ പാടെ ഇതിലോട്ട് ചേർക്കുവാണേ. അപ്പം ഞാൻ 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും 1.5 കപ്പ് മാമ്പഴ പ്യൂരിയുമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് നമ്മളിതൊക്കെ അളന്നെടുത്തേക്കുന്നത്. അതായത് 200 ഗ്രാമാണ് 1 കപ്പ്. അപ്പം ഞാനിവിടെ ടോട്ടൽ മാമ്പഴ പ്യൂരിയും പൊടികളും കൂടെ 900 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇനി ഒരു 700 ഗ്രാം ശർക്കര നേരത്തെ ഉരുക്കി പാനിയാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ഉരുക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഉണ്ണിയപ്പം ചെയ്തതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി 2 തവണയായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി നമുക്ക് എടുക്കണം. ഇനി ഇതിലോട്ട് ഞാനൊരു 2 നുള്ളി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഉണ്ണിയപ്പം ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്, റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. സോഡ പൊടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഞാൻ നേരത്തെ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം ഞാൻ ഉണ്ണിയപ്പം ചട്ടിയിലോട്ട് നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചട്ടിയുടെ ആ കുഴിയുണ്ടല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ കുഴി, അതിൽ 1/4 ഭാഗം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ഈ ബാറ്റർ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ പുറത്തോട്ട് സ്പ്രെഡായി പോകാതിരിക്കാനാണ് 1/4 ഭാഗം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇനി ഈ ബാറ്റർ ഒഴിച്ച ശേഷം ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വന്ന് ഇതൊന്ന് വീർത്ത് വരും. ഇപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്, അടിഭാഗമൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഇത് നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം മുഴുവനായിട്ടും മറിച്ചിട്ട് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ ഉണ്ണിയപ്പം പോലെ ഒന്നും അല്ല കേട്ടോ, ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മാമ്പഴ ഉണ്ണിയപ്പത്തിന്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കാനായിട്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഈ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ 2 ഉണ്ണിയപ്പം ചട്ടിയിലായിട്ട് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ 2 ചട്ടിയും അത്യാവശ്യം പഴക്കമുള്ള ചട്ടികളാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചട്ടി, ഇതിൻ്റെ അടിഭാഗം നമ്മുടെ പഴയ രീതിയിലുള്ള ഉണ്ണിയപ്പം ചട്ടിയാണ്. അടിഭാഗം ഇങ്ങനെ പൊന്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം മുഴുവനും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിന്, അതുപോലെ സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.